കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലോ ഇപ്പോൾ അടുത്ത കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ബാലൻസ് ആയി കഴിഞ്ഞാലും നമ്മൾ റോഡിലേക്ക് എടുക്കുമ്പോൾ പേടിയാവും. ഇതാണ് സ്കൂട്ടറിൻ്റെ ഒരു സ്വഭാവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരത്തുനിന്ന് അത്രയും ദൂരത്തുനിന്ന് വണ്ടി കാണുമ്പോൾ ഇവിടെ ബ്രേക്ക് പിടിക്കലും കാലുകുത്തലും മുഖം കുത്തി വീഴലും ഒക്കെ കൂടിയൊരു കഥയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ സംശയങ്ങളൊക്കെ മെസ്സേജിലൂടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സംശയങ്ങൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിങ്ങനെ വന്നിട്ടുള്ളത്. ഒന്നുമല്ല, അധികം പേർക്കും ഉള്ളത് ഈ സ്കൂട്ടർ ബാലൻസ് ആക്കാൻ പേടിയാണ് കേട്ടോ. ചിലർക്ക് ബാലൻസ് ആയതിൻ്റെ ശേഷവും നമ്മൾ റോഡിലേക്ക് ഇറക്കാനൊക്കെ പേടിയാണ്. അപ്പോൾ അതൊക്കെ എന്താ കാരണം എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. പിന്നെ അതുമാത്രമല്ല, ചിലർക്ക് ഇങ്ങനെ അപ്പുറത്തുനിന്ന് ഓപ്പോസിറ്റ് വണ്ടി വരുന്ന സമയത്ത് പേടിയാണ്. പിന്നെ കൈകാലൊക്കെ വിറക്കും, ബാലൻസ് പോവും, വെട്ടിപ്പോകുന്നു, ഹാൻഡിൽ വെട്ടിപ്പോകുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നമാണ് എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ സ്കൂട്ടർ ഉണ്ടായിട്ടും അത് ബാലൻസ് ആക്കി തരാൻ ആളില്ല, ആരും വരുന്നില്ല എന്നുള്ള കഥ. ഇതിപ്പോൾ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരാളെ സഹായമൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൈക്കിൾ ബാലൻസ് ആവശ്യമില്ല, അതേപോലെ ഒരാളെ ആവശ്യമില്ല, ഒന്നുമില്ല. കാരണം നമുക്ക് സ്വന്തമായിട്ട് തന്നെ അത് ഓടിച്ച് പഠിക്കാം. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അധിക വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പിന്നെ കുറച്ചൊക്കെ ഞാനിങ്ങനെ നമുക്ക് എന്തായാലും ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് പിന്നെ 8 എടുത്ത് പഠിക്കാനും ഒക്കെ ഒന്ന് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ബാലൻസ് ആക്കലൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ബാലൻസ് ചെയ്യലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊരാളെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് കഴിയൂല എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാവും. ഇത് ഏത് ആൾക്കാർക്കും. അതിനൊരു എക്സാമ്പിളാണ് എൻ്റെ ഒരു 8 വയസ്സായൊരു മോനുണ്ട്. മോന് ഈ സ്കൂട്ടർ ശരിക്കും നല്ലവണ്ണം ബാലൻസ് ചെയ്ത് ഓടിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിരുന്നു, നിങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക. പിന്നെന്താ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സ്കൂട്ടറുമ്മ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ മുന്നോട്ടും ബാക്കോട്ടും ഒന്ന് എടുക്കാം. അതായത് വണ്ടി ഓണാക്കാതെ, സ്റ്റാർട്ട് ചെയ്യാതെ നമ്മളിങ്ങനെ വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഓടിക്കുക. ഇതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഇതായിട്ടുള്ള ഇതെങ്ങനെ ചെയ്യാമെന്നും ഇത് മാത്രമായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാതെ കുറേ നേരം, അത് 1 മണിക്കൂർ എടുത്തിട്ട് ഓടിക്കുക, 2 മണിക്കൂർ എടുത്തിട്ട് എത്ര വേണമെങ്കിലും ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാതെ ഒന്ന് ഫസ്റ്റിലൊന്ന് എടുത്ത് പഠിക്കുക. ഇതെന്തിനാണെന്നറിയോ, വണ്ടി ചില സമയത്ത് വണ്ടിനായിട്ട് നമ്മളൊന്നൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ. വണ്ടി ചില സമയത്ത് ഈ പല ഭാഗത്തേക്കും സൈഡിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിയും. ആ ഒരു ചെരിവെന്ന് നമുക്ക് അതൊരു ബാലൻസ് ചെയ്ത് നിൽക്കാൻ, നമുക്ക് ബാലൻസ് കിട്ടാനും അതിനൊക്കെ ഉള്ള ഒരു ട്രിക്കാണിത്. വെറുതെ സ്റ്റാർട്ട് ചെയ്യാതെ മുന്നോട്ടും ബാക്കോട്ടും ഒക്കെ ഒന്ന് എടുക്കുക, അതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ക്ലാമ്പാണ്. ഇത് ആക്സിലേറ്റർ ക്ലാമ്പ്, അതായത് ആക്സിലേറ്റർ കൺട്രോളർ ക്ലാമ്പ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള വീഡിയോ ഞാൻ ഇത് ചെയ്യുന്നതും ഇത് വാങ്ങിക്കുന്നതും ഇതെങ്ങനെ ഇത് വെച്ചുകൊടുക്കുക എന്നുള്ളതൊക്കെ വ്യക്തമായിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഇത് പല സ്കൂട്ടറിനും പല സ്പീഡും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ സ്കൂട്ടറിനനുസരിച്ചിട്ടുള്ള നമ്മൾ ഈ ക്ലാമ്പ് ടൈറ്റാക്കി കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ആക്സിലേറ്റർ കൂടുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ബാലൻസ് കിട്ടാത്തത്.
അപ്പോൾ ഈ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ആക്സിലേറ്റർ കൂടില്ല. ആ ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഈ ഒരു സാധനം ഈ ബ്രേക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ടൈറ്റായി കുടുങ്ങി കിടക്കും. നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൂട്ടുമ്പോൾ നമുക്ക് എന്തായാലും അത് ആക്സിലേറ്റർ കൂടി പോവില്ല. ആ ഒരു സാധനം അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു തടസ്സമായിട്ട് അവിടെ അങ്ങനെ നിൽക്കും. അങ്ങനത്തെ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു സംഭവം ഒന്ന് വാങ്ങിച്ചിട്ട് ആക്സിലേറ്ററുമ കൊടുക്കുക. ഇനി വരുന്ന അടുത്തൊരു പ്രോബ്ലം എന്താണെന്നറിയോ? നമുക്ക് വണ്ടി ബാലൻസ് ചെയ്ത് ഒക്കെ ഓടിച്ച് ഗ്രൗണ്ടിലൊക്കെ ഓടിച്ച് വീട്ടിലൊക്കെ ഓടിച്ച് ഒക്കെ റെഡിയാണ്. പക്ഷേ മെയിൻ റോഡിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരു പേടി. അതാണ് ഇപ്പോൾ അധികം ആൾക്കാരുടെയും ഒരു പ്രശ്നം. അതിന് കാരണം എന്താണെന്നറിയോ? അത് നമ്മുടെ ടീച്ച് ചെയ്യുന്ന ആൾക്കാരുടെ കുഴപ്പമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പലതും പറഞ്ഞ് പേടിപ്പിക്കും. ചിലർ എല്ലാവരും ഇല്ല, ചിലർ പലതും പറഞ്ഞ് അങ്ങനെ പേടിപ്പിക്കും. വണ്ടി കുത്തിയാൽ 2 കഷ്ണമാവും, വണ്ടി കുത്തിയാൽ അങ്ങനെ കേസാവും, ഇങ്ങനെ കേസാവും, അവിടെ മതിൽമ പോയി ഇടിക്കും കൂത്തും എന്നൊക്കെയുള്ള ഓരോ പറച്ചിലിന് നമ്മൾ അങ്ങോട്ട് ഈ വണ്ടി എടുക്കുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിൽ അതൊക്കെ ആവും. അയ്യോ വണ്ടി പോവോ, വണ്ടി കുത്തും, അതൊക്കെ ആവും നമ്മളെ മൈൻഡിലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണത്. അപ്പോൾ പഠിപ്പിച്ച് തരുന്നവരുടെയും കൂടി കുറേ. പക്ഷേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൺട്രോളിങ്ങിൽ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും പോയി കുത്തില്ല. നമ്മൾ എന്താണെന്നറിയാം ചെയ്യുന്നത്? നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടീൻ്റെ വലിപ്പം, അതിൻ്റെ ഹെഡ്ലൈറ്റ് എങ്ങനെയാണ് കത്തുന്നത്, അത് ആരാ ഓടിക്കുന്നത്, അതൊക്കെ നോക്കിയിട്ട് നമ്മളെ ദിശയിലേക്ക് നോക്കാതെ ആ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെപ്രാളം പിടിച്ച് ഇങ്ങനെ വരച്ച് പോയിട്ട് മൂക്കും കുത്തി അങ്ങോട്ട് വീഴും. അതാണ് സംഭവിക്കുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചിലവർക്കുണ്ട് ദൂരത്തുനിന്ന് വണ്ടി വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എവിടുന്നോ ആവും വണ്ടി വരുന്നത് കാണുക. അപ്പോഴേക്കും ഇവിടെ ബ്രേക്ക് പിടിക്കലും കാലുകുത്തലും മോന്തി കുത്തി വീഴലും ഒക്കെ കൂടി ഒരു കഥയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ സൈഡിലൂടെ പോവുക. ഓപ്പോസിറ്റ് സൈഡിലുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യണ്ട. നമ്മളെ സൈഡിലൂടെ നമ്മൾ പോവുക. ഇനി അവരായിട്ട് ഇങ്ങോട്ട് വന്ന് കുത്തിക്കൊന്നുമില്ല, നമ്മളായിട്ട് വരച്ച് പോയിട്ട് അവരെ കുത്തിക്കാതെ നിൽക്കുക. അവരവരെ സൈഡിലൂടെ പോവുക, നമ്മളുടെ സൈഡിലൂടെ പോവുക. നമ്മൾ എവിടേക്കാണ് പോകണം ആ ദിശയിലേക്ക് നോക്കിയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. അത്രേ പറയാനുള്ളൂ. വേറെ മറ്റുള്ളവരെ നോക്കാനോ വെപ്രാളപ്പെടാനോ ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് നോക്കുന്നതുകൊണ്ടല്ലേ ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് കാണുമ്പോൾ വിറയിൽ വരുന്നത്. നമ്മൾ സൈഡിലേക്ക് നോക്കിയാൽ മതി. നമ്മളെ സൈഡിലൂടെ പോവുക, നമ്മൾ പോകേണ്ട ദിശയിലേക്ക് നമ്മൾ നോക്കുക. അപ്പോൾ പ്രശ്നമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. കാരണം പിന്നെ എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം ഇറങ്ങി വന്നപ്പോഴേക്കും മഴ ചെയ്തപ്പോൾ ഞാൻ വീണ്ടും അകത്തേക്ക് കയറിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ട് വരുമ്പോഴേക്കും മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും ഇടാഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ വെച്ച് പഠിക്കണമായാലും ഹെൽമെറ്റ് ഇട്ടിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് ഈ സ്ത്രീകൾക്കുള്ളൊരു കുഴപ്പമാണ്. എന്താ അറിയോ? നമ്മൾ ഈ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സിന് ഞാനടക്കമുള്ള എനിക്കും ഉണ്ടായിരുന്ന ഈ ഒരു പ്രോബ്ലം. ഞാനടക്കമുള്ള സ്ത്രീകളെ കാര്യമാണ് പറയുന്നത്. എനിക്കും ഫസ്റ്റിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അത് മാറിയതാണ്. വണ്ടി തിരിക്കുന്ന സമയത്ത് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? 2 ചിറകും ഇങ്ങനെ വിടർത്തിയിട്ട് അങ്ങനെ ലാൻഡ് ചെയ്യുന്ന അതേപോലെയാണ് നമ്മൾ ഈ സ്ത്രീകൾ വണ്ടി. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒരൊറ്റ മിനിറ്റ് വണ്ടി ഒന്ന് തിരിക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ സ്ത്രീകൾ ഫസ്റ്റിൽ നമ്മൾ സ്കൂട്ടർ സ്റ്റോപ്പ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇതേപോലെ വന്നിട്ട് ഇതൊക്കെ ട്രാഫിക് സിഗ്നലിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ നിർത്തുമ്പോൾ എന്താവും സ്ഥിതി? ഞാൻ കണ്ടൊരു അനുഭവം പറയാൻ കേട്ടോ. ഒരു ട്രാഫിക് സിഗ്നലിൽ നിർത്തുന്ന സമയത്ത് ഞാൻ ബാക്കിലുള്ള ഗ്ലാസ്സിലൂടെ ഞാൻ നോക്കുന്നുണ്ട് ഒരു സ്ത്രീ വരുന്നത്. കാരണം ഒരുപാട് ദൂരത്തുനിന്ന് അവർ ഈ ട്രാഫിക് ബ്ലോക്ക് കാണുന്നുണ്ടാവും. ഒരുപാട് ദൂരത്തുനിന്നേ അവർ കാലിങ്ങനെ താഴ്ത്തിയിട്ട് പെട്ടെന്ന് വന്നതുകൊണ്ട് ഇതേപോലെ കണ്ട് കുത്തി അങ്ങോട്ട് നിർത്തി. വണ്ടി അങ്ങോട്ട് ചെരിഞ്ഞ് ബാക്കിയുള്ള യാത്രക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായി. ഒക്കെ ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതൊന്നും ചെയ്യരുത്. നമ്മൾ അങ്ങനൊന്നും ചെയ്യാതെ എന്ത് ചെയ്യുക? നമ്മൾ വണ്ടി മെല്ലെ സ്ലോ ആക്കുക. ട്രാഫിക് ബ്ലോക്ക് കാണുന്ന സമയത്ത് വണ്ടി മെല്ലെ സ്ലോ ആക്കിയിട്ട് വണ്ടി ഒന്ന് സ്ലോ ആയതിനു ശേഷം മാത്രം കാല് കുത്തി നിർത്തുക. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഗ്രൗണ്ടിൽ തന്നെ പോയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ റോഡിലേക്ക് ഇറക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ മെല്ലെ വരിക. മെല്ലെ വന്നിട്ട് വണ്ടി സ്റ്റോപ്പ് ആയതിൻ്റെ ശേഷം കാല് കുത്തുക. അല്ലെങ്കിൽ വണ്ടി ഒന്ന് നല്ല സ്ലോ ആയതിന് ശേഷം മാത്രം കാല് കുത്തുക. അല്ലാതെ ഒരു 1/2 മീറ്റർ അല്ലെങ്കിൽ 3/4 മീറ്റർ മുമ്പേ നമ്മൾ ഇങ്ങനെ കാല് കുത്തരുത്.
ഇനി അടുത്തൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓപ്പോസിറ്റ് കാണുന്ന സമയത്ത് ഹാൻഡിൽ വെട്ടുന്നു. അതായത് ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് കാണുമ്പോൾ ഹാൻഡിൽ വെട്ടുന്നു, തിരിക്കുമ്പോഴും മറിക്കുമ്പോഴൊക്കെ ഹാൻഡിൽ വെട്ടിപ്പോകുന്നു എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഹാൻഡിൽ എന്നത് ഇവിടെ ആക്സിലേറ്ററിനുള്ളതും അതേപോലെ 2 മിറർ ബാക്കിലേക്ക് നോക്കാനുള്ള 2 മിററാണ്. ഇവിടെ 2 ഇവിടെ ഒന്നേ ഉള്ളൂ, ഒന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ ഈ 2 മിററിനുള്ളതും ഈ ആക്സിലേറ്ററിനുള്ളതും ബ്രേക്ക് പിടിക്കാനും ഒക്കെ ഉള്ളതാണ് ഈ ഹാൻഡിൽ എന്ന സാധനം. മനസ്സിലായില്ലേ? അല്ലാതെ നമുക്കിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇങ്ങനെ ഓടിക്കാനുള്ളതല്ല എന്നുള്ള കാര്യം ഫസ്റ്റിൽ മനസ്സിലാക്കുക. ചിലവർക്കുണ്ട് വണ്ടി ദൂരന്നേ കാണുമ്പോണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ബലം പിടിച്ചിട്ട് ഇങ്ങനെ ആക്സിലേറ്റർ ഇങ്ങനെ ബലം പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കലും എല്ലാം കൂടി ഒരു കഥയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് കൈ വേദന ആവലും, കൈ ചുവപ്പ് കളറാവും, കൈ വേദന ആവും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ നമ്മൾ വണ്ടി കാണുന്നതിന് മുന്നേ നമ്മളെങ്ങനെയാണ് പോയിരുന്നത്? സാധാരണ കൂളായിട്ട് ഒരു റിലാക്സ് ആയിട്ട് നമ്മൾ അങ്ങനെ മെല്ലെ ആക്സിലേറ്ററിന് ബലം കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇങ്ങനെ വെട്ടിച്ച് കളിക്കാതെ മെല്ലെ പോവുക. ഓപ്പോസിറ്റ് എന്തായാലും വണ്ടി വരും, വരാണ്ടിരിക്കില്ല. നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ട് വിചാരിച്ചിട്ട് ഓപ്പോസിറ്റ് വണ്ടി വരാതൊക്കെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മെല്ലെ കൂളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് വണ്ടീനെയോ വേറുള്ള വണ്ടികളെയോ ശ്രദ്ധിക്കാതെ നമ്മൾ പോകുന്ന ഭാഗത്തേക്ക് തന്നെ നോക്കിയിട്ട് പതുക്കെ സാവധാനം റിലാക്സ് ആയിട്ട് പിന്നെ വലം കൊടുക്കാതെ ലൂസാക്കിയിട്ട് പിടിക്കുക, ഹാൻഡിൽ പിടിക്കുക. ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ബിഗ്നേഴ്സ് ഓടിക്കുന്ന സമയത്ത് സ്റ്റാൻഡ് ഇട്ടിട്ട് ഓടിക്കുക കേട്ടോ. അത് കല്ലിലും മുള്ളിലും തട്ടരുത്, അത് ശ്രദ്ധിക്കുക. കല്ല് ഇല്ലാത്തടത്ത് കൂടിയൊക്കെ ഓടിക്കുക. സ്റ്റാൻഡ് ഇട്ടിട്ട് ഓടിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ മോന് പറഞ്ഞൊരു ട്രിക്കാണ് കേട്ടോ. അവൻ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, 8 വയസ്സായ കുട്ടി വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അവന് ഓടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അസാധ്യമായിട്ട് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവൻ്റെ ഹൈറ്റ് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഹൈറ്റ് ഇല്ലാത്ത അവൻ അങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ നിഷ്പ്രയാസം കഴിയും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും പോയി കണ്ടു നോക്കുക. അത് 2 വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ സ്റ്റാൻഡ് ഇങ്ങനെ ഇട്ടിട്ട് ഓടിക്കാനാണ് പറഞ്ഞത്. കാരണം നമ്മൾ ഓടിക്കുന്ന സമയത്ത് ബാലൻസ് തെറ്റുമ്പോൾ ഏതെങ്കിലും നമ്മൾ ഈ സ്റ്റാൻഡ് ഉള്ള ഭാഗത്തേക്ക് ചെരിയുമ്പോൾ പെട്ടെന്ന് സ്റ്റാൻഡ് അങ്ങോട്ട് യൂസ് ചെയ്താൽ മതി എന്നാണ് അവന് പറയുന്നത്. അതുകൊണ്ടാണ് ബിഗ്നേഴ്സിനോട് ഞാനിങ്ങനെ പറയാൻ കാരണം. അപ്പോൾ എന്തായാലും അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കും ചെയ്യുക കേട്ടോ, കല്ലിലും ഒന്നും തട്ടാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക. പിന്നെ ഹൈറ്റ് കുറഞ്ഞവർക്കും അവൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ യൂസ്ഫുള്ളാവും. ഹൈറ്റ് കുറഞ്ഞവർക്ക് എന്തായാലും വണ്ടി ഓടിക്കാൻ കഴിയണില്ല എന്ന് പറഞ്ഞ് കാല് കുത്തുന്നില്ല, കാല് ജസ്റ്റ് നമുക്ക് ഫ്രണ്ടിലേക്ക് നല്ല കൊണ്ട് ഇറങ്ങിയിരുന്നാൽ, ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എത്തണില്ല എന്ന് പറയുമ്പോൾ ഒരു ഇത് പറയാം, റീസൺ പറയാം. പക്ഷേ ഈ ആക്റ്റീവ, സ്കൂട്ടി അങ്ങനത്തെ ഒക്കെ പോലുള്ളത് എന്തായാലും ഫ്രണ്ടിലേക്ക് നല്ലോണം ഇറങ്ങി എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കുത്തിയാൽ മതി. നല്ല ഇങ്ങനെ പതിഞ്ഞ് വെക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കുത്തിയാൽ തന്നെ മതി. നമ്മൾ എന്തിനാണ് ഇപ്പോൾ കാല് യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തും അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ ഉള്ള സമയം മാത്രമാണല്ലോ. അപ്പോൾ അന്നേരം ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. അത് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ എൻ്റെ ചെറിയ മോനെ കൊണ്ട് തന്നെ ചെയ്യിക്കാം കേട്ടോ. അവൻ തീരെ ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അവൻ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് അത് യൂസ്ഫുള്ളാവും തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഒരാളുടെ സഹായം ഇല്ലാതെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൂളായിട്ട് വണ്ടി ബാലൻസ് ആക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.